വിളിച്ചു, അത്രേ ഉള്ളൂ. എന്നിട്ട് അല്ലാതെ പിന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ആണുങ്ങളിങ്ങനെ ഇങ്ങനെ അതിനെന്താ പറയാ, ഉമ്മ വെച്ചു അല്ലാതെ വേറൊന്നും ചെയ്തില്ല കേട്ടോ. ആള് പാവാ. ഇവളാള് വിളഞ്ഞ വിത്താണല്ല. അപ്പൊ ഒരു ഉമ്മ വെച്ച പ്രശ്നമുള്ളൂ, എല്ലാവരും പൊക്കോളൂ. എന്താണ് നീ പറഞ്ഞത്? ഒരു ഉമ്മ വെച്ച പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ? അത്ര ആൾക്കാരുടെ മുന്നിൽ നീ പറഞ്ഞപ്പോ തൊഴിൽ പോയി. വൃത്തികെട്ടവളെ, നിന്റെ മൂർച്ചെടുക്കലാടിയാ. നിനക്കറിയാവോ, നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഉമ്മ? കണ്ട പിച്ചക്കാർക്കൊക്കെ നീ ഉമ്മ കൊടുത്തിട്ട് ഇന്ന് വരെ നിനക്ക് എനിക്കൊരു ഉമ്മ വരാൻ തോന്നിയിട്ടുണ്ടോടി? അവനുമ്മ കൊടുത്താൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നീ എനിക്കൊരു ഉമ്മ വന്നേ പറ്റുള്ളൂ. നിനക്ക് വരാൻ പറ്റുമോ? എനിക്കത് മതി. നിന്നോട് ആ മരം കൊടൻ എന്താണ് പറഞ്ഞത്? പിന്നെന്താണ് പറയേണ്ടത്? എന്താണ് പറയേണ്ടത്? അങ്ങനെ കണ്ടവർക്കൊന്ന് വിളിച്ചാ മതി. നിന്റെ മുറച്ചെറുക്കനല്ലേ, അവനോട് പോകാൻ പറ. നിന്റെ ഈ സ്നേഹത്തിന് മുമ്പിൽ മുമ്പ് എന്താണ് തരേണ്ടത്? എനിക്കൊന്നും വേണ്ട, നമുക്ക് ഡാൻസ് കളിക്കാം. എന്ത് ഡാൻസാണ് താഴെ കണ്ടി ഇവന്ന് ഞങ്ങൾ കിട്ടാണ്ടാ. എന്റെ അമ്മ എന്താടാ ഇത്? ഇവർക്കൊരു നാണോ ഇല്ലല്ലോടാ. ഇതൊക്കെ നോക്കി കഴിഞ്ഞാലേ കപ്പൽ പഠിക്കോ. നീ അങ്ങോട്ട് മാറിക്കേ. നമ്മള് കപ്പൽ പഠിക്കാതെ എങ്ങനെ? എന്റെ അമ്മേ, എന്റെ അമ്മോ, എന്ത് പണ്ടായി വന്ന് എന്റെ അമ്മ. ശ്രദ്ധ പോയെന്നാ പറയുന്നേ. എങ്ങനെ പോകാണ്ടിരിക്കും? ആ പെണ്ണും ചെറുക്കനും കൂടെ അവിടെ ഉമ്മ വെച്ചു അവർ നോക്കിയിരിക്കല്ലായിരുന്നോ? ആ പെണ്ണിനെ ചെറുക്കനെ ഉടൻ തന്നെ കൈയോടെ പൊക്കണം. വലിയ കപ്പിത്താനെ, അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചെറിയ കപ്പിത്തന്മാരുടെ പേരിലുകൊണ്ട് കുറ്റം. അവർ പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കാൻ പാടുണ്ടോ? അതെ, സുമേഷ് പറഞ്ഞു കറക്റ്റാ. നമ്മളെ മനസ്സിലായില്ലാട്ടാ. അടുക്കളയിലൊക്കെ വെള്ളം കയറിയ രാഘവൻ പറയുന്നു. നമ്മളെ കാരണല്ലേ ഞങ്ങൾ എന്തിനാ വിളിപ്പിച്ചേ? നിങ്ങൾ കാരണമാണ് കപ്പലടിച്ചതെന്നാണ് കപ്പിത്താനോട് പറഞ്ഞത്. അതിൽ ഒന്നാം പ്രതിയായ ചാക്കോയെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസുകാർ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അറസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞത്? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ശാന്തി ഒന്ന് പറയടി. അവള് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ HIV പോസിറ്റീവാണ്. നീ അവനെ വിട്ടുകളഞ്ഞേക്ക്. നമ്മക്കാണെന്നാ ശാന്തി അയാൾ വെറുതെ പറയുന്നതാണ് കേട്ടാ. ഷട്ടാ. ശാന്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് കിസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്ര വലിയ തെറ്റൊന്നും അല്ലല്ല. നമ്മ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത് നോക്കുന്ന കപ്പിത്താന്മാരല്ലേ കുറ്റക്കാർ. അതുകൊണ്ടല്ലേ കപ്പൽ പോയി ഇടിച്ചത്. തക്കമ്പരാശാരി, താൻ എത്രയും പെട്ടെന്ന് കപ്പലിന്റെ മാപ്പ് ഒന്ന് കാണിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞതാ. ഇതവിടെ കപ്പലിന്റെ മാപ്പ്. കോപ്പ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ കപ്പൽ പണിയാൻ എന്നെ ഏൽപ്പിക്കുമ്പോ ഈ ഭാഗത്തെല്ലാം ഇരുമ്പ് കൊണ്ട് പണിയണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തോ വെച്ചാ പണിയത്? അയാളുടെ തോന്നിവാസം പണിത് വെച്ചു. മോക്കർത്തരം പറയരുത്. അല്ല പിന്നെ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. പറയൂ. ഈ ഭാഗത്തൊക്കെ നല്ല മരം കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും തേക്ക്, ഈട്ടി, വട്ട, കൊന്ന, കവുങ്ങ് ഇതൊക്കെ കൊണ്ടാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ശരി കാണുന്നത്? ആ ഭാഗത്ത് മരമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോഴും പണിഞ്ഞിട്ടില്ല. ശരി, വൃത്തികെട്ടവളെ, നിങ്ങൾ രണ്ടുപേരും എന്താ കാണിച്ചത്? നിങ്ങൾ രണ്ടുപേര് കാരണം ഒരു കപ്പലിന്റെ മുഴുവൻ പേരുടെ ജീവിതം അപകടത്തിലാ. എക്സ്ക്യൂസ് മീ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടോടി. ഒരു സന്തോഷ വാർത്തയുണ്ട്. കപ്പല് മുങ്ങാൻ പോകുന്നു. മുങ്ങട്ടിടോ, നമ്മൾ മൂന്നാം പൊക്കം പോകും. കപ്പൽ മുങ്ങുന്നത് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ കപ്പലിന്റെ മുകളിൽ നിൽക്കേണ്ടതാണ്. മറിച്ച് രക്ഷപ്പെടണമെന്ന് താല്പര്യമുള്ളവർ ചെറിയ ബോട്ടിലേക്ക് കയറുക. ഇതൊക്കെ അമ്മക്ക് നല്ല തീരമായന. നല്ല
എന്ത് ഭംഗി. പിന്നെ ഞാൻ എന്റെ കാമുകൻ ചാക്കോയെ കണ്ടിട്ടില്ല. എന്താ കടലിൽ മുങ്ങിപ്പോയോ? അത് പിന്നെ കടലിൽ മുങ്ങിപ്പോയതാണോ ഇനി വല്ല ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുങ്ങിയതാണോ എന്നറിയില്ല.